ഗൗതം, ഇന്ന് വോട്ടെടുപ്പ് ദിവസമാണ്. വളരെ നിർണായകമായൊരു ദിവസം. ഒരു നിർണായകമായ വാർത്ത ജനം TV പുറത്തുവിടുകയാണ്. പ്രത്യേകിച്ച് പാലക്കാട്ട് നിന്ന്. കാരണം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇന്നലെയും ഇന്നത്തെയും ഏറ്റവും പ്രധാനപ്പെട്ട ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നത് പാലക്കാട് തന്നെയാണ്. അപ്പോൾ പാലക്കാട്ട് നിന്നും ഇന്ന് കേരളം മുഴുവൻ ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ബ്രേക്കിംഗ് ഈ മണിക്കൂറിൽ ജനം കേരളത്തിലെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ്. തീർച്ചയായും അത് മറ്റാർക്കുമെതിരെയല്ല, ഷാഫി പറമ്പിലിന് നേരെ വിരൽ ചൂണ്ടിക്കൊണ്ടുള്ള വാർത്തയാണ് ഞങ്ങൾ പുറത്തുവിടുന്നത്. പാലക്കാട്ടെ കോൺഗ്രസ് കൗൺസിലർക്കെതിരായ പീഡന പരാതിയിൽ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിടുന്നു ജനം TV. ഷാഫി പറമ്പിൽ MP തന്റെ ബോസ് ആണെന്ന് പ്രതി പ്രശോഭ് സി വത്സൻ. കാശിനോട് ആർത്തിയാണ് ഷാഫിക്ക്. ആരെയെങ്കിലും പറ്റിച്ച് പണമുണ്ടാക്കണമെന്നാണ് ഷാഫി നൽകിയ ഉപദേശം. ഹോട്ടൽ മുറിയിലിരുന്ന് കോൺഗ്രസ് നേതാവ് സംസാരിക്കുന്ന ശബ്ദ സന്ദേശമാണ് പുറത്തുവരുന്നത്. അതിലേക്ക് ആദ്യം പോകാം. ഷാഫി പറമ്പില് അയാളിപ്പോ MP ആണ്. അയാൾക്ക് ഇപ്പോൾ അതിനേക്കാളുണ്ട്. MP ആണ്, അൺലിമിറ്റഡ് ഫ്രീ ആണ് ഫ്ലൈറ്റിൽ, അൺലിമിറ്റഡ്. ഇപ്പൊ എയർപോർട്ടിൽ പോയിട്ട് പോകണമെങ്കിൽ അൺലിമിറ്റഡ് ആണ്. ട്രെയിന് ഫുൾ ടൈം ഫ്രീ. MP മാർക്ക് ട്രെയിൻ ഏത് ട്രെയിനിൽ എപ്പോൾ എവിടേക്ക് പോകണമെങ്കിലും ഫ്രീ ആണ്. KSRTC ഓൾറെഡി ഫ്രീ ബസ്, പിന്നെ അവരത് പോകില്ലല്ലോ. ശമ്പളം 2.5 ലക്ഷം ശമ്പളം അവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ എത്തിക്സ് വെച്ചിട്ട് ഞാൻ അനധികൃതമായിട്ടൊന്നും ഉണ്ടാക്കില്ല, ഒന്നും ചെയ്യില്ല. ഞാൻ ആ കൗൺസിലർ വന്നപ്പോ അവൻ ഭയങ്കര പൈസ പരാന്തമാണ്, ആക്രാന്ത പൈസ, ഭയങ്കര ആക്രാന്ത പറഞ്ഞു. എങ്ങനെയും കാര്യം പറ്റിച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം പറഞ്ഞു. അപ്പൊ അവൻ്റെ അടുത്ത് 2-3 പ്രോജക്റ്റ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രശോഭനോട്, ഞാൻ അങ്ങനത്തെ ആളല്ല. പാട്ടൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, ഞാൻ ചെയ്യൂല. എനിക്ക് ഭയങ്കര വെറുപ്പാണ് ആരെങ്കിലും പറ്റിക്കുക, ദുഷ്ടത്തരം ചെയ്യുക, ഇതൊന്നും എനിക്കിഷ്ടമല്ല. നേരെ പോ നമുക്കത് മതി. ഞാൻ ആകെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തൊരു തെറ്റ് പറയാനില്ല, പക്ഷെ നീയായിട്ടുള്ള കണക്ഷനാണ്. സത്യം ഞാൻ പറയും. ഞാൻ തരുന്നോ, നീ ഇപ്പം എൻ്റെ ഫോൺ എടുത്ത് പോകണം നോക്കിയോ, എൻ്റെ ഫോണിൽ നീ എൻ്റെ ഒരു ഡയറി ലിസ്റ്റ് പോകണം നോക്കിയോ, ഒരു പെണ്ണിൻ്റെ പേരുണ്ടാവില്ല. ഞാൻ ചെയ്യില്ല, ഞാൻ ആരും ചെയ്യില്ല. ഞാൻ ആകെ ഈ വിളിക്കുന്നവരല്ലേ, ഈ വിളിക്കുന്ന വെച്ചില്ല. അതെനിക്ക് അവൻ അത്രയും വിശ്വസമാണ്. എൻ്റെ വാട്സപ്പിൽ പോകണം. ഞാൻ നോക്കാത്ത മെസ്സേജ് എൻ്റെ ഫോണിൽ 100 ഗ്രൂപ്പുകളുണ്ട്, ഇതൊന്നും ഞാൻ നോക്കാറില്ല. അരുൺ ആലത്തൂറൊപ്പം ചേരുന്നു. അരുൺ, ഇന്നലെ ഒരു രാഷ്ട്രീയ നാടകം നമ്മൾ കണ്ടതാണ് പാലക്കാട്ട്. ഇത് നാടകമല്ല കേട്ടോ, ഇത് കൃത്യമായി പറയുന്നുണ്ട് പ്രശോഭ് ഷാഫിയെ കുറിച്ച്, ബോസിനെ കുറിച്ച്, എങ്ങനെയും പണമുണ്ടാക്കണമെന്ന് ഉപദേശിക്കുന്ന മുഖ്യ ഉപദേഷ്ടാവിനെ കുറിച്ച് പറയൂ. കൃഷ്ണരാജ്, ഗൗതം, നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ തന്നെ രാഷ്ട്രീയ കേരളത്തെ ഞെട്ടിക്കുന്ന ഒരു ഓഡിയോ ആണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. കാരണം പാലക്കാട്ടെ കോൺഗ്രസിന്റെ കൗൺസിലർ പ്രശോഭ് സി വത്സൻ 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പട്ടികജാതി യുവതിയെ പീഡിപ്പിച്ചു എന്നുള്ള വാർത്ത നമ്മൾ പുറം ലോകത്തെത്തിച്ചിരുന്നു. അതിനുശേഷം ആ വിഷയത്തിൽ പോലീസ് കേസെടുത്തു, കേസ് രജിസ്റ്റർ ചെയ്തു. എന്നാൽ ഇപ്പോഴും പ്രശോഭ് സി വത്സൻ ഒളിവിൽ കഴിയുന്ന സാഹചര്യം. അതിനിടെയാണ് വളരെ നിർണായകമായി ഈ ഓഡിയോ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ഷാഫി പറമ്പിൽ MP-ക്ക് നേരെയുള്ള വാളാണ് എന്നുള്ളത് തന്നെയാണ്. ഷാഫി പറമ്പിലിൻ്റെ വലിയ അനുയായിയായ, ഷാഫി പറമ്പിലിൻ്റെ വലിയ ശിഷ്യനായ വ്യക്തിയാണ് പ്രശോഭ് സി വത്സൻ. ആ പ്രശോഭ് സി വത്സൻ പാലക്കാട്ടെ ഒരു ഹോട്ടലിൽ ഇരുന്നു കൊണ്ട് ഈ പീഡിപ്പിക്കപ്പെട്ട യുവതിയോട് പറയുന്നതിൻ്റെ ഓഡിയോ ആണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ ഓഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഷാഫി പറമ്പിൽ അദ്ദേഹത്തിന് ഫ്ലൈറ്റിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആണ്, അതുപോലെ തന്നെ ട്രെയിനിൽ എപ്പോഴും ഫ്രീ ആണ്, KSRTC-യിൽ ഫ്രീ ആണ്. ആ ഷാഫി പറമ്പിൽ MP തൻ്റെ ബോസാണ്. അതുകൊണ്ട് തന്നെ ഈ പീഡനം നടത്തിയ യുവതി നേരത്തെ തന്നെ പോലീസിൽ പറഞ്ഞിരുന്നു, ഷാഫി പറമ്പിൽ ബോസ് ആണെന്ന് ഉൾപ്പെടെ പറഞ്ഞ് തന്നെ പീഡിപ്പിച്ചു എന്നുള്ളത്. അത് കൃത്യമായിട്ട് തന്നെ ഈ യുവതിയോട് പ്രശോഭ് സി വത്സൻ പറയുന്നതാണ് ഓഡിയോയിലുള്ള ഒരു കാര്യം. രണ്ടാമത് പറയുന്നത്, താൻ കൗൺസിലിൽ വന്നപ്പോൾ അവൻ ഭയങ്കര പൈസ പ്രാന്തനാണ്, ആക്രാന്തം, പൈസയുടെ ഭയങ്കര ആക്രാന്തമാണ് അവന്. എങ്ങനെയെങ്കിലും ആരെയെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു. അതായത് പ്രശോഭ് സി വത്സൻ എന്ന കോൺഗ്രസിന്റെ കൗൺസിലറെ കൗൺസിലറാക്കിയത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ കൗൺസിലറായിട്ട് ഈ പ്രശോഭ് സി വത്സൻ തെരഞ്ഞെടുത്തപ്പോൾ ആരെയെങ്കിലും പറ്റിച്ച്
വിലമതിച്ചാണെങ്കിലും കാശ് ഉണ്ടാക്കണമെന്ന് പ്രശോഭ് സി വത്സനോട് പറഞ്ഞു എന്നുള്ളതാണ് പ്രശോഭ് സി വത്സൻ തന്നെ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയോട് ഇവിടെ പറയുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല അവൻ എൻ്റെ അടുത്ത് 2-3 പ്രൊജക്റ്റുകൾ പറഞ്ഞു. ആ പ്രൊജക്റ്റുകൾ പറഞ്ഞ സമയത്ത് താൻ അത് കൂട്ടാക്കിയില്ല. കാരണം തനിക്ക് ഈ ഇത്തരത്തിലുള്ള ഷാഫിയുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ താല്പര്യമില്ലായിരുന്നു. തൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഈ സ്ത്രീ വിഷയമാണ് എന്ന തരത്തിൽ ആ പെൺകുട്ടിയോട് തന്നെ പറയുന്നത് താനാണ് എൻ്റെ വീക്ക്നെസ്, അതല്ലാതെ പൈസ ഉണ്ടാക്കുന്നതും ആരെയും പറ്റിക്കുന്നതൊന്നും എൻ്റെ വീക്ക്നെസ് അല്ല തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ശബ്ദ സന്ദേശത്തിൽ പറയുന്നത് എന്നുള്ളതാണ്. ഏതായാലും ആ കോൺഗ്രസിൻ്റെ മുഖംമൂടി ഇവിടെ അഴിഞ്ഞു വീഴുകയാണ്. കാരണം കൃത്യമായിട്ട് തന്നെ നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പാലക്കാട്ടെ MLA മൂലം പാലക്കാട്ടുകാർക്ക് തലകുനിച്ച് നടക്കേണ്ട സാഹചര്യം ഉണ്ടായത് അവിടെ വലിയ രീതിയിൽ ഒരു നിരവധി പെൺകുട്ടികളുടെ ലൈംഗിക പീഡന പരാതികൾ ഉയർന്ന പശ്ചാത്തലത്തിലായിരുന്നു തലകുനിച്ച് പാലക്കാട്ടെ ജനങ്ങൾക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വന്നത്. മാത്രമല്ല ഈ ഷാഫി പറമ്പിൽ എന്ന വ്യക്തി പാലക്കാട്ടുകാരെ നേരത്തെ ഈ പാലക്കാട് നിന്നും ഇവിടുത്തെ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട് വടകരയിലേക്ക് പോയി എന്നുള്ള വലിയ ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. ഷാഫി കെട്ടിയിറക്കി കൊണ്ടുവന്നതാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളും വലിയ രീതിയിൽ ശക്തമായിരുന്നു. അങ്ങനെ ഷാഫി കൊണ്ടുവന്നിരുന്ന ഷാഫി പാലക്കാട്ടുകാരുടെ തലയിൽ വെച്ച് തന്ന MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ വിഷയത്തിൽ നിരവധി പെൺകുട്ടികളുടെ ലൈംഗിക പീഡന പരാതികളെ തുടർന്ന് പാലക്കാട്ടുകാരെ ഒന്നടങ്കം നാണത്തിലാഴ്ത്തിയെങ്കിൽ അവരെ ഒന്നടങ്കം തല താഴ്ത്തേണ്ട സ്ഥിതിയിലേക്ക് എത്തിച്ചുവെങ്കിൽ അതിന് പിന്നാലെ ആയിരുന്നു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊടുത്ത സമയത്തായിരുന്നു പ്രശോഭ് സി വത്സൻ എന്ന പാലക്കാട്ടെ കൗൺസിലർ 24-ാം വാർഡ് കൗൺസിലർ ഒരു പട്ടികജാതി യുവതിയെ പീഡിപ്പിച്ച ആ പെൺകുട്ടി മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും ഉൾപ്പെടെ പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ആ പരാതിയിൽ അന്ന് തന്നെ ഈ പെൺകുട്ടി ഷാഫി പറമ്പിലിനെ കുറിച്ച് കൃത്യമായിട്ട് പോലീസിനോട് പറഞ്ഞിരുന്നു. അതായത് തന്നെ പീഡിപ്പിക്കുമ്പോൾ ഷാഫിയെ വീഡിയോ കോൾ ചെയ്തു എന്നുൾപ്പെടെ, അതായത് ഹോട്ടൽ മുറിയിൽ വെച്ച് ഷാഫിയെ വീഡിയോ കോൾ ചെയ്തു, താൻ ഷാഫിയെ കണ്ടു, ഷാഫി തന്നെ കണ്ടു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്ന് പോലീസിന് മൊഴി നൽകിയിരുന്നു ഈ പെൺകുട്ടി എന്നുള്ളതാണ്. പക്ഷേ പോലീസിന് അത്തരം മൊഴി നൽകിയിട്ട് പോലും ഷാഫിയെ ചോദ്യം ചെയ്യുന്നതിനോ മറ്റു നടപടികളിലേക്കോ പോലീസ് കടന്നിട്ടില്ല. ഇതുവരെയും ഈ വിഷയത്തിൽ ഈ പെൺകുട്ടിയുടെ പരാതിയിൽ ഈ കൗൺസിലറെ അറസ്റ്റ് പോലും പോലീസ് ചെയ്യാത്ത ഒരു സാഹചര്യം ഒരു വശത്ത് നിലനിൽക്കുന്നു. അപ്പോഴാണ് നമ്മൾ ഈ പുതിയ ഓഡിയോയിൽ ഷാഫി പറമ്പിലും ഈ പ്രശോഭ് സി വത്സനും എത്രമാത്രം അടുത്ത ആളുകളാണ് എന്നുള്ളത് കൂടുതൽ വ്യക്തമാക്കുന്നത്. ഷാഫി തൻ്റെ ബോസ് ആണ് എന്ന് പറഞ്ഞു തുടങ്ങുന്ന ഓഡിയോ ശേഷം ഷാഫിക്ക് എന്തെല്ലാം തരത്തിലുള്ള ഗുണങ്ങളുണ്ട്, അതായത് ആ പെൺകുട്ടിയെ പ്രലോഭിപ്പിക്കുന്നതിന് വേണ്ടി ആ ഷാഫി എന്ന വ്യക്തിയിൽ നിന്നും താൻ തൻ്റെ ബോസായതുകൊണ്ട് തന്നെ അൺലിമിറ്റഡ് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യാം, അതുപോലെ തന്നെ അൺലിമിറ്റഡ് ട്രെയിനിൽ യാത്ര ചെയ്യാം, KSRTC ബസ്സിൽ ഫ്രീ ആണ് പക്ഷേ KSRTC ബസ്സിൽ പോവാറൊന്നുമില്ല തുടങ്ങിയ കാര്യങ്ങൾ പറയുന്നു. അതിനുശേഷം തന്നെ കൗൺസിലറാക്കിയത് ഷാഫി പറമ്പിലാണ്. അതിൽ അഴിമതി, ഷാഫിക്ക് വലിയ പണപ്രാന്തനാണ്, ആക്രാന്തമാണ്, എപ്പോഴും കാശിനോട് ആക്രാന്തമാണ് ഷാഫിക്ക്. ഷാഫി തന്നോട് കൗൺസിലിൽ കയറിയതിന് ശേഷം അഴിമതി നടത്താൻ പറഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ പ്രശോഭിന്റെ ഓഡിയോയിൽ പറയുന്നത്. പക്ഷെ താൻ അതിന് കൂട്ടാക്കിയില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ ഓഡിയോയിൽ കേൾക്കാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഏതായാലും അരുൺ, പ്രേക്ഷകർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആ ഓഡിയോ സന്ദേശം നമുക്കൊന്ന് കേൾപ്പിക്കാം. കാരണം ഈ വാർത്താ ജനം ബ്രേക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ യൂട്യൂബിൽ ഉൾപ്പെടെ വളരെ പെട്ടെന്ന് വന്ന് ഈ വാർത്ത ശ്രദ്ധിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആ ഓഡിയോ സന്ദേശം ഒന്ന് കാണിക്കാം. ഷാഫി പറമ്പില അയാളിപ്പോ MP ആണ്. അയാൾക്ക് ഇപ്പോൾ അതിനേക്കാളുണ്ട്. MP ആണ്, അൺലിമിറ്റഡ് ഫ്രീ ആണ് ഫ്ലൈറ്റിൽ, അൺലിമിറ്റഡ്. ഇപ്പൊ എയർപോർട്ടിൽ പോയിട്ട് പോകണമെങ്കിൽ അൺലിമിറ്റഡ് ആണ്. ട്രെയിന് ഫുൾ ടൈം ഫ്രീ. MP-മാർക്ക് ഏത് ട്രെയിനിൽ എപ്പോൾ എവിടേക്ക് പോകണമെങ്കിലും ഫ്രീ ആണ്. KSRTC ഓൾറെഡി ഫ്രീ ബസ്, അവരത് പോലല്ലോ. ശമ്പളം 2.5 ലക്ഷം രൂപ ശമ്പളം അവർക്ക്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്റെ എത്തിക്സ് വെച്ചിട്ട് ഞാനത് ചെറുതായിട്ടൊന്നും ഉണ്ടാക്കില്ല, ഒന്നും ചെയ്യില്ല. ഞാൻ ആ കൗൺസിലർ വന്നപ്പോ അവൻ ഭയങ്കര പൈസ പരാന്തമാണ്, ആക്രാന്തം, പൈസ ഭയങ്കര ആക്രാന്തമാണ്. എങ്ങനെയും ആരെയും പറ്റിച്ചിട്ട് എനിക്ക് പൈസ ഉണ്ടാക്കണം പറഞ്ഞു. അപ്പൊ അവൻ്റെ 2-3 പ്രോജക്റ്റ് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പ്രശോഭനോട് ഞാൻ അങ്ങനത്തെ ആളല്ല. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനത്തെ ഒന്നും ഇഷ്ടമല്ല, ഞാൻ ചെയ്യൂല. എനിക്ക് ഭയങ്കര വെറുപ്പാണ് ആരെങ്കിലും പറ്റിക്കുക, ദുഷ്ടത്തരം ചെയ്യുക, ഇതൊന്നും എനിക്കിഷ്ടമല്ല. നേരെ പോ നമുക്കത് മതി. ഞാൻ ആകെ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ചെയ്തൊരു തെറ്റ് പറയാനില്ല, നീയായിട്ടുള്ള കണക്ഷനാണ്. സത്യം ഞാൻ പറയും. ഞാൻ തരുന്നോ നീ ഇപ്പം എൻ്റെ ഫോൺ എടുത്ത് പോകണം നോക്കിയോ, എൻ്റെ ഫോണിൽ നീ എൻ്റെ ഒരു ഡയറി ലിസ്റ്റ് പോകണം നോക്കിയോ, ഒരു പെണ്ണിൻ്റെ പേരുണ്ടാവില്ല. ഞാൻ ചെയ്യില്ല, ഞാൻ ആരും ചെയ്യില്ല. ഞാൻ ആകെ ഈ വിളിക്കുന്നവരല്ലേ, ഈ വിളിക്കുന്ന വെച്ച് അതെനിക്ക് അവൻ അത്രയും വിശ്വസമാണ്. എൻ്റെ വാട്സപ്പിൽ പോകണം. ഞാൻ
ഞാൻ നോക്കാത്ത മെസ്സേജ് എൻ്റെ ഫോണിൽ 100 ചില ഗ്രൂപ്പുകളുണ്ട്, ഇതൊന്നും ഞാൻ നോക്കാറില്ല. കാരിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട് ഒളിവിൽ കഴിയുന്ന കോൺഗ്രസിന്റെ പാലക്കാട്ടെ കൗൺസിലർ പ്രമുഖ നേതാവ് പ്രശോഭ് സി വത്സൻ ഷാഫി പറമ്പിലിനെ പറ്റി പറയുന്ന കാര്യങ്ങളാണ്. ഷാഫി തൻ്റെ ബോസാണെന്നും പൈസയോട് ഷാഫിക്ക് വല്ലാത്ത ആക്രാന്തമാണെന്നുമൊക്കെ ഇയാൾ ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അരുൺ ആലത്തൂർ ഈ ഞെട്ടിപ്പിക്കുന്ന വാർത്തയുമായി രാവിലെ വന്നിരിക്കുന്ന അരുൺ ആലത്തൂരിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. അരുൺ, ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തത് ഒന്ന്, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആരാണ് പാലക്കാട് പ്ലേസ് ചെയ്തത് എന്നതുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ട്. കാരണം രാഹുൽ എന്നത് ഷാഫിയുടെ ഒരു നോമിനിയാണ്. കാരണം യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം ഷാഫി ഒഴിയുന്ന ഘട്ടത്തിൽ പിന്നീട് അവിടേക്ക് രാഹുൽ എത്തുന്നു. ഷാഫിക്ക് പാലക്കാട്ട് നിന്നും വടകരയിലേക്ക് പോകേണ്ടി വരുമ്പോൾ അവിടേക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഷാഫി പ്ലേസ് ചെയ്യുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇതിൽ കോൺഗ്രസിൽ തന്നെ ഒരു വിഭാഗത്തിന് ഇതിലൊക്കെ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് പാലക്കാട് DCC-ക്കകത്ത്. അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ്. അതിനെയും ഇവിടെ എടുത്തെടുത്ത് പറയേണ്ടതില്ല. അതുകൂടാതെയാണ് ഈ കൗൺസിലറുമായി ബന്ധപ്പെട്ടുള്ള ഞെട്ടിപ്പിക്കുന്നതായ ചില വിഷയങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വന്നത്. അപ്പോൾ ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്നത് ഷാഫിയാണ് ഞങ്ങളുടെയൊക്കെ പ്രചോദനം, ഞങ്ങളുടെ ബോസ് എന്നാണല്ലോ പറയുന്നത്. ഗൗതം, തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെയാണ്. നേരത്തെ ഗൗതം പറഞ്ഞതുപോലെ തന്നെ ഈ ഷാഫി പറമ്പിൽ എന്നാൽ പാലക്കാട്ടെ കോൺഗ്രസിനെ എപ്പോഴും കൈപ്പിടിയിൽ ഒതുക്കിയിട്ടുള്ള നേതാവാണ്. ഈ നേതാവ് അറിയാതെ ഇവിടെ ഒന്നും ഒരു ഇല അനങ്ങില്ല എന്നുള്ള സാഹചര്യമാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിലും സമാന രീതിയിലായിരുന്നു. അതായത് ഷാഫി പറമ്പിലിന് പാലക്കാട് നിന്നും വടകരയിലേക്ക് പോവേണ്ടി വന്നപ്പോൾ അവിടെ പകരം പ്ലേസ് ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന തൻ്റെ അരുമ ശിഷ്യനെയായിരുന്നു. ആ അരുമ ശിഷ്യനെ ഷാഫി പാലക്കാട് പ്ലേസ് ചെയ്തത് തനിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു വരാം എന്നുള്ളത് കണക്ക് കൂട്ടിക്കൊണ്ടായിരുന്നു. അതിനുശേഷം ആ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിൽ ആ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ലൈംഗിക പീഡന പരാതികൾ ഉണ്ടായി. തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട സ്ഥിതിയിൽ പാലക്കാട്ടെ വോട്ടർമാർ മാറി, ജനങ്ങൾ മാറി. അതിനുശേഷം പിന്നീട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ വലിയ രീതിയിൽ ജനരോഷം ഉയരുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. പിന്നീട് തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് കോൺഗ്രസ് മുഖം രക്ഷിക്കാൻ രാഹുലിനെ പുറത്താക്കിയെന്നൊക്കെ പറഞ്ഞെങ്കിൽ MLA സ്ഥാനത്ത് നിന്ന് മാറ്റിയില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഓരോ തവണ പാലക്കാട് വരുമ്പോഴും എല്ലാ തരത്തിലുള്ള സ്വീകരണം നൽകിയത് ഇതേ കോൺഗ്രസ്സുകാരായിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ സ്വീകരണം നൽകിയ കോൺഗ്രസ്സുകാരെ രാഹുലിനെ സംരക്ഷിച്ചിപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് രമേശ് പിഷാരടി എന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു. ഈ സ്ഥാനാർത്ഥിയും കൃത്യമായിട്ട് ഷാഫി പറമ്പിലിൻ്റെ അനുയായിയാണ്. ഷാഫി പറമ്പിൽ പറയുന്നതിന് അപ്പുറത്തേക്ക് ഒരു കാര്യവും ചെയ്യാത്ത വ്യക്തിയാണ് ഈ രമേശ് പിഷാരടി എന്ന സ്ഥാനാർത്ഥി. അതും കൃത്യമായ കണക്കുകൂട്ടലുകളോടുകൂടെയാണ് ഷാഫി ഇവിടെ രമേശ് പിഷാരടി എന്ന സ്ഥാനാർത്ഥിയെയും അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. കാരണം പാലക്കാട് മണ്ഡലത്തിൽ നിരവധി പേരുകൾ ഉയർന്നു കേട്ടതാണ്. അന്ന് DCC പ്രസിഡന്റ് തങ്കപ്പൻ്റെയും K മുരളീധരൻ്റെ ഉൾപ്പെടെ പേരുകൾ പാലക്കാട് കേട്ടതാണ്. അവരെയൊക്കെ വെട്ടിക്കൊണ്ട് രമേശ് പിഷാരടി എന്ന സ്ഥാനാർത്ഥിയിലേക്ക് കോൺഗ്രസ് എത്തിയിട്ടുണ്ടെങ്കിൽ, ഷാഫി പറമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ കൃത്യമായ കണക്കുകൂട്ടൽ അവർക്കുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും പ്രശോഭിൻ്റെ ഈ ഓഡിയോ, അതായത് കോൺഗ്രസ് കൗൺസിലറായിട്ടുള്ള 22 വയസ്സ് മാത്രം പ്രായമുള്ള പട്ടികജാതി യുവതിയെ പീഡിപ്പിച്ച കേസിൽ പ്രതി ചേർക്കപ്പെട്ടിപ്പോൾ ഒളിവിൽ കഴിയുന്ന ഈ കൗൺസിലറുടെ ഓഡിയോ, അതും ആ പീഡിപ്പിച്ച പെൺകുട്ടിയോടാണ് ഹോട്ടൽ മുറിയിലിരുന്ന് ഈ കൗൺസിലർ ഇങ്ങനെ സംസാരിക്കുന്നത്. ആ ഓഡിയോയിൽ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഷാഫി പറമ്പിൽ പാലക്കാട് വലിയ രീതിയിൽ അഴിമതി ഇതിനു മുൻപും നടത്തിയിട്ടുണ്ട്. അതാരും അറിയാത്ത, ഇരു ചെവി അറിയാതെ പലതരത്തിലുള്ള അഴിമതികൾ ഷാഫി ഇവിടെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിലൂടെ വിരൽ ചൂണ്ടപ്പെടുന്നത് എന്നുള്ളതാണ്. കാരണം ആ രണ്ട് കാര്യങ്ങളാണ് പ്രശോഭ്. ഒന്ന്, ആ പെൺകുട്ടിയെ തൻ്റെ വരുതിയിലാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ പെൺകുട്ടിയോട് പറയുന്നത് ഷാഫി തൻ്റെ ബോസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ടും ഷാഫി ഒരു MP ആണ്, അതുകൊണ്ട് ഷാഫിക്ക് എന്തൊക്കെ ഗുണങ്ങൾ അത് നേടിയെടുക്കാൻ കഴിയും, എന്തെല്ലാം കാര്യങ്ങൾ ഷാഫിക്ക് ലഭിക്കുമെന്നുള്ളതാണ് പറയുന്നത്. ഫ്ലൈറ്റിൽ അൺലിമിറ്റഡ് ഫ്രീ, ട്രെയിനിൽ അൺലിമിറ്റഡ് ഫ്രീ, KSRTC ബസ്സിൽ ഫ്രീ, അങ്ങനെ എല്ലാ തരത്തിലും ഫ്രീ ആണ്. പക്ഷേ എന്ന് പറഞ്ഞ അപ്പുറത്ത് മറ്റൊരു കാര്യം പറഞ്ഞു വെക്കുന്നത് ഷാഫി പൈസ പ്രാന്താണ്, പൈസയോട് ഭയങ്കര ആക്രാന്തമാണ്. താൻ കൗൺസിലായ സമയത്ത് തന്നെ അഴിമതി ചെയ്യാൻ വേണ്ടി പറഞ്ഞു, അല്ലെങ്കിൽ ആ പണം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു. 1-2 പ്രൊജക്റ്റുകൾ, 2-3 പ്രൊജക്റ്റുകൾ തന്നോട് പറഞ്ഞു എന്നുള്ളതാണ് ഈ പ്രശോഭ് പറയുന്നത്. പക്ഷേ തനിക്ക് ഈ ആളുകളെ പറ്റിച്ച് പണം ഉണ്ടാക്കുക എന്നുള്ളത്
എന്നുള്ളതിനോട് താല്പര്യമില്ലാത്തത് കൊണ്ട് അതിനോട് താൻ യെസ് പറഞ്ഞില്ല എന്നുൾപ്പെടെ ഈ പ്രക്ഷോഭ് ഓഡിയോയിൽ പറയുന്നു. അതിനപ്പുറം തൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് നീയാണ്, അതായത് ആ പീഡിപ്പിക്കപ്പെട്ട പരാതി നൽകിയ പട്ടികജാതി യുവതിയോട് പറയുന്നത് എൻ്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് നീ മാത്രമാണ്, അതല്ലാതെ ആളുകളെ പറ്റിക്കുകയും പൈസ ഉണ്ടാക്കുകയും എൻ്റെ വീക്ക്നെസ് അല്ല എന്ന് പറഞ്ഞു വെക്കുന്നിടത്ത് ഷാഫി പറമ്പിലിൻ ഈ അഴിമതിയിലൂടെ പൈസ ഉണ്ടാക്കുകയും വലിയ ആക്രാന്തം നടത്തുന്ന വ്യക്തിയുമാണ് എന്നാണ് പ്രക്ഷോഭ് സി വത്സൻ പറയുന്നത് എന്നുള്ളതാണ്. പ്രക്ഷോഭ് സി വത്സൻ ഇത് പറയുന്നു എന്ന് പറയുമ്പോൾ ഇതിൽ പിന്നെ മറിച്ചൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. കാരണം പാലക്കാട്ടെ കോൺഗ്രസ്സുകാർക്കറിയാം പ്രക്ഷോഭ് സി വത്സൻ എന്ന് പറയുന്ന ഈ ഒരു കോൺഗ്രസിന്റെ നേതാവ് ഷാഫിയുടെ വലങ്കൈയാണ്. പാലക്കാട്ടെ ഏതൊരു തെരഞ്ഞെടുപ്പ് ചിത്രം എടുത്ത് പരിശോധിച്ചാലും ഏത് ചിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാലും ഷാഫി പറമ്പിൽ എന്ന വ്യക്തിയുടെ വലതുവശത്ത് തന്നെ ഈ പ്രക്ഷോഭ് സി വത്സൻ എന്ന നേതാവ് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിൽ ഷാഫിയുടെ കൃത്യമായിട്ടുള്ള അരുമ ശിഷ്യനായിട്ടുള്ള വ്യക്തിയാണ് പറയുന്നത് ഷാഫി തന്നെ കൗൺസിലിൽ കയറിയതിന് ശേഷം അഴിമതി നടത്താൻ വേണ്ടി പറഞ്ഞു. ഷാഫി വലിയ ആക്രാന്തക്കാരനാണ്, പൈസയ്ക്ക് വേണ്ടി ആക്രാന്തം പിടിച്ചിട്ടുള്ള വ്യക്തിയാണ്, വലിയ രീതിയിൽ അഴിമതി നടത്തുന്ന വ്യക്തിയാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഏതായാലും വളരെ ഞെട്ടിക്കുന്ന കാര്യമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പ് പാലക്കാട് അവർ അഭിമുഖീകരിക്കുന്ന വേളയിൽ ആദ്യം അവർക്ക് തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചാരണ രംഗത്ത് തന്നെ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. കാരണം അവർ ഈ ഷാഫി പറമ്പിൽ തന്നെ കൊണ്ടുവന്ന് പാലക്കാട്ടുകാരുടെ തലയിൽ കെട്ടിവെച്ച MLA രാഹുൽ മാങ്കൂട്ടത്തിൽ, ആ രാഹുൽ മാങ്കൂട്ടത്തിൽ നേരെ ഉയർന്ന ലൈംഗിക പീഡന പരാതികൾ ഒന്നോ രണ്ടോ അല്ല, അതിലധികം പരാതികൾ ഉയർന്ന് വലിയ രീതിയിൽ പാലക്കാട്ടെ ഓരോ വോട്ടർമാരെയും നാണിച്ച് ലജ്ജിപ്പിച്ച് തല താഴ്ത്തുന്ന തരത്തിലാക്കി മാറ്റി എന്നുള്ളത് കേരളം മുഴുവൻ കണ്ടതാണ്. ആ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ആദ്യഘട്ടത്തിലൊന്നും പാലക്കാട്ടേക്ക് ഷാഫി വരാത്തൊരു സാഹചര്യവും ഉണ്ടായിരുന്നു. പിന്നീട് രണ്ടാമത് ഈ രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിലനിൽക്കുന്നതിനിടയിൽ തന്നെ മറ്റൊരു പരാതിയായിട്ട് നമ്മൾ ജനം TV തന്നെ പുറത്തുവിട്ടതായിരുന്നു പ്രക്ഷോഭ് സി വത്സൻ എന്ന കൗൺസിലർക്കെതിരെയുള്ള പീഡന പരാതി. അതും 22 വയസ്സ് മാത്രം പ്രായമുള്ള പട്ടികജാതി യുവതി, അവരെ ജോലി വാഗ്ദാനം ചെയ്താണ് ഈ പ്രക്ഷോഭ് സി വത്സൻ പീഡിപ്പിച്ചത്. അതിൽ ഈ യുവതിയാണെങ്കിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ജില്ലാ പോലീസ് മേധാവിക്കും ഒക്കെ പരാതി നൽകി. പക്ഷേ ഇതുവരെയും ഒരു നടപടിയുമായിട്ടില്ല. ഇപ്പോഴും ഈ പ്രക്ഷോഭ് ഒളിവിൽ കഴിയുകയാണ്. ഇന്നിപ്പോൾ പാലക്കാട് വോട്ട് ചെയ്യാൻ പോലും വരാൻ കഴിയാത്ത തരത്തിൽ പ്രക്ഷോഭ് ഒളിവിൽ തുടരുന്ന സാഹചര്യമാണ്.